രാത്രി ലൈവില് അതിഗംഭീരമായ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു രാത്രി ലൈവില് ഉടനീളം ഉണ്ടായിരുന്നത്. ജാസ്മിൻ അറിയേണ്ടത് ലവ് ആണോ, പ്രണയമാണോ, അതോ ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ജാസ്മിൻ പുറകെ നടന്നുകൊണ്ട് ഗബ്രിയെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ ഗബ്രിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളൊന്നും തന്നെ ജാസ്മിനെ പോസിറ്റീവായിട്ടുള്ളതല്ല. അത് ജാസ്മിനെ തകർക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. ബാത്റൂമിന്റെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നു. പിന്നെ രണ്ടുപേരും ആ സമയത്ത് അവിടെ ഗബ്രി വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞത് പോരെ, എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ കാണിക്കുന്നത്, ഇനി ഞാൻ വല്ലതും ചെയ്തു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ജാസ്മിന്റെ പിടിവിട്ട് പോകുന്നുണ്ട്. ജാസ്മിൻ, അയ്യോ ഗബ്രി എനിക്ക് പേടിയാവുന്നു, ഗബ്രി എനിക്ക് പേടിയാവുന്നു, ഗബ്രി നീ ഇങ്ങനെ കാണിക്കല്, ഗബ്രി എനിക്ക് പറ്റുന്നില്ല ഗബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ് ഓടുന്ന ജാസ്മിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഓടിപ്പോയത് വേറെ ഒരുത്തിലേക്കല്ല, ഡ്രസ്സിംഗ് റൂമിലേക്ക്. ഉടൻ തന്നെ ഗബ്രി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് വിളിച്ചു പറയുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗബ്രി അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടുതൽ സീൻ ക്രിയേറ്റ് ചെയ്യണ്ട, മറ്റുള്ളവർ വേറെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഗബ്രി അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നുണ്ട്. പിന്നീട് പോയിട്ട് റസ്മിനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. റസ്മിൻ വന്നിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട് ജാസ്മിനെ പുറത്തേക്ക് വരാനായിട്ട്. ജാസ്മിൻ കുറേ നേരങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഗബ്രിയുടെ അടുത്ത് വന്നിരുന്ന് വീണ്ടും ഈ ടോപ്പിക്ക് തന്നെ സംസാരിക്കുന്നത്. ഇവർക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ, പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ, എന്താണ് നമ്മൾക്കിടയിലുള്ളത്, അതിന് ഉത്തരം തേടിയിട്ട് രണ്ടുപേർക്കും അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.